അയ്യേ, ഇത് നാട്ടുകാർ കാണും. ഇങ്ങനെ കിടന്ന് തുള്ളി ഇതൊക്കെ ഇടിഞ്ഞു വീഴും. വീണോട്ടെ. താമസിക്കാൻ ഒരു സ്ഥലം തന്നു കരുതി എന്ത് പോക്കത്തരവും കാണിക്കരുത് കേട്ടോ. ഇടോ, തന്നോട് ഞാൻ ഒരു തെറ്റ് ചെയ്തു, സമ്മതിച്ചു. ഡാഡി വരുന്നവരെ താമസിക്കാൻ 15 ദിവസം. അത് ഈ വീട്ടിൽ തന്നെ വേണമെന്ന് നിർബന്ധിക്കുന്ന എന്തിനാ? വാശി പിടിക്കല്ലേ, നല്ല കുട്ടിയല്ലേ. ഇവിടെ അടുത്തൊരു വിമൻസ് ഹോസ്റ്റലുണ്ട്. 15 ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ. നോ, ഡാഡി വരുമ്പോ എനിക്ക് നിങ്ങളെ കയ്യോടെ കാണിച്ചു കൊടുക്കണം. എന്തിന്? എന്തിനെന്നോ? എനിക്ക് എന്തെങ്കിലും സംഭവിച്ച് ചൂണ്ടിക്കാണിക്കാൻ. അതിന് ഉത്തരവാദി നിങ്ങളാണെന്ന് പറയാൻ. താൻ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും നടന്നിട്ടില്ല. അതിന് തെളിയിക്കാൻ പറ്റുന്ന കാര്യമല്ലല്ലോ. ശരി, സമ്മതിച്ചു. അങ്ങനെ നടന്നു എന്ന് തന്നെ ഇരിക്കട്ടെ. ഡാഡി വന്നിട്ടല്ലേ അതിനൊരു തീരുമാനമാവൂ. അഞ്ജു, ഞാൻ പറയുന്നേക്കെ, ഹോസ്റ്റലിലാകുമ്പോ അഞ്ജുവിന്റെ പ്രായത്തിലുള്ള ഒരുപാട് കുട്ടികളുണ്ട്. നല്ല ജോളിയായിട്ട് ഹാപ്പി ആയിട്ട് അവിടെ താമസിക്കാം. ഇത്രയും ഞാൻ മര്യാദയ്ക്ക് പറയുന്നു. ഇനി മര്യാദ അല്ലാത്ത ഭാഷ വേണമെങ്കിൽ അങ്ങനെ ഞാൻ പറയാം. എന്തായാലും ഇന്ന് ഇവിടുന്ന് ഇറങ്ങിയേ പറ്റുള്ളൂ. കൊന്നുകളെ ഞാൻ, കേട്ടോ? ആ, പറഞ്ഞു വരുമ്പോ ഇവളെന്റെ ഒരു ബന്ധുവായിട്ട് വരും. എന്റെ അച്ഛന്റെ പെങ്ങളുടെ ഇളയമ്മയുടെ മോളാ. പേര് അഞ്ജു. പഴയ കൂട്ടുകുടുംബാ. ഇവിടെ ഒരു എൻട്രൻസ് എക്സാം എഴുതാൻ വന്നതാ. ഒരു 14 ദിവസത്തേക്ക് സിസ്റ്റർ ഇവളെ ഇവിടെ താമസിപ്പിക്കണം. വീട്ടിൽ ആവട്ടേക്കാ. ഇതൊരു 5000 രൂപയുണ്ട്. ഇവളുടെ ചെലവ് കഴിഞ്ഞ് ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അല്ല, ഒന്നും ഉണ്ടാവില്ലെന്ന് അറിയാം. ശരി, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ ഞങ്ങൾ അങ്ങ് പറഞ്ഞു വിടും. നോ കോംപ്രമൈസ്. പിന്നെ ഭരതമ്മേനോന്റെ മകൻ ആദ്യമായി വന്ന ഒരു കാര്യം പറയുമ്പോ റെസിപ്റ്റ് കൊണ്ടുവരാം. നല്ല മര്യാദയുള്ള കുട്ടിയാണെന്ന് അവർക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലായി. അത്രയ്ക്ക് മുഖശ്രീയുണ്ടല്ലോ. ദയവേദി എന്നെ അവരുടെ മുന്നിലിട്ട് നാറ്റിക്കരുത്. 14 ദിവസവും ഞാൻ വന്ന് കണ്ടോളാം. ഡാഡി വരുമ്പോ കാല് വീണ് മാപ്പ് പറഞ്ഞോളാം, പ്ലീസ്. താങ്ക് യു. ശരി. ഞാൻ അയാളുടെ ബന്ധുവാണെന്നല്ലേ പറഞ്ഞത്? എന്താ മാറ്റമുണ്ടോ? ആ, എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ പറയാ. പിന്നെ വാഷ് ബേസിനുള്ള മുറി തന്നെ എനിക്ക് വേണം. എനിക്ക് എപ്പോഴാ ഛർദ്ദിക്കാൻ വരാന്ന് പറയാൻ പറ്റില്ല. രാവിലെ എഴുന്നേറ്റുള്ള ഉടനെ ഛർദ്ദിക്കാൻ വരും. പിന്നെ പുളിമാങ്ങയും മസാല ദോശയാ ഇപ്പോഴത്തെ ഇഷ്ടം. ദൈവത്തിന്റെ മണവാട്ടിമാരുടെ മുഖത്ത് നോക്കി പ്രിൻസിനെ പോലെ കള്ളം പറയാൻ എനിക്ക് ധൈര്യമില്ല. ഏതാ എന്റെ മുറി? കുട്ടിക്കിവിടെ മുറിയില്ല. ബലാത്സംഗം ചെയ്ത ചെറുപ്പക്കാരനെ യുവതി കുത്തിക്കൊന്നു. യവനെയൊന്നും കുത്തിക്കൊന്നാ പോരാ. വിധിയായി മാനന്തവാടി. ക്ലോറോഫോം കൊടുത്ത് മയക്കി മാനഭംഗപ്പെടുത്തിയ കേസിൽ 2 ചെറുപ്പക്കാരെ ജീവപര്യന്തം ശിക്ഷിച്ചുകൊണ്ട് സെഷൻസ് കോടതി ഉത്തരവായിരിക്കുന്നു. ಅಂಗಡಿಯಲ್ಲಿ ಯಾರು ಇಲ್ಲವೋ? ಏನು ಬೇಕು? 1 ಕಿಲೋ ಕೋಳಿ ಬೇಕು. ಡೇ ಡೇ 1 ಕಿಲೋ. പുതിയ അഡ്ജസ്റ്റ്മെന്റ്. എന്തൊക്കെ പറഞ്ഞാൽ ഈ തെണ്ടിക്ക് ബുദ്ധിയുണ്ട്. 1 കിലോ. ഈ കടയും തുറന്നിട്ടിട്ട് ഈ കഴുത എവിടെ പോയിരിക്കുന്നു? കഴുതന്റെ മറ്റാനോ? നീ എന്തിനാ ഇതിനകത്ത് കയറിയിരിക്കുന്നത്? പുറത്ത് ഭയങ്കര ചൂടായോണ്ട് തണുക്കാൻ വേണ്ടി. എന്താ കിടിക്കാനുള്ള? പോയടാ പോയി. IPS കാരന്റെ മോളെ പുല്ലുപോലെ ഞാൻ പറഞ്ഞയച്ചു. ഇനി നിന്റെ കർണത്തിട്ട് നന്നായിട്ടൊന്ന് പൊട്ടിക്കൂടെ ചെയ്താ എനിക്ക് സന്തോഷമായി. നീ തന്നെ ഇത് എന്നോട് പറയണം. എടാ,
കുട്ടിക്കാലത്ത് നിന്റെ അമ്മയുടെ മടിയിൽ ഞാനും എന്റെ അമ്മയുടെ മടിയിൽ നീയും ഒരുമിച്ച് ഒരേ ട്രെയിനിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. അത് മറക്കരുത്. ഇനി ഇങ്ങനെ മുന്നോട്ട് പോവാണെങ്കിൽ ഒരേ ട്രെയിനിന്റെ അടിയിൽ വെച്ചാവും അവസാനമായി നമ്മൾ കണ്ടുമുട്ടുന്നത്. നിന്റെ ഓരോ മണ്ടത്തരങ്ങൾ കൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, എന്റെ ബുദ്ധി കൊണ്ട് ഞാൻ സോൾവ് ചെയ്തു. എന്ത് നോക്ക്. അങ്ങോട്ട് നോക്ക്. എന്നെ അവരവിടുന്ന് ഇറക്കി വിട്ടു. എടാ അവള് വീണ്ടും വന്നു. നിന്റെ മണ്ടത്തരം കൊണ്ടാ ഇപ്പൊ ഈ പ്രശ്നം ഉണ്ടായത്. ഇനി എന്റെ ബുദ്ധി കൊണ്ട് ഞാനിത് സോൾവ് ചെയ്യും. എവിടെ ചെന്ന് കണ്ടുപിടിക്കാനാ? അഞ്ജുവിനെ ഇറക്കി വിടേണ്ട 15-ാം തീയതി ആയോന്നറിയാൻ കലണ്ടറിൽ കണ്ണു നട്ടിരുന്നവരാ നമ്മൾ. എന്നിട്ടിപ്പോ അവളെ അന്വേഷിച്ച് നടന്ന് നടന്ന് ജീപ്പിന്റെ ടയർ തേഞ്ഞു. അച്ഛന്റെ മരണം കൊണ്ട് അഞ്ജുവിനുണ്ടാകുന്ന ഡിപ്രഷൻ മാറ്റിയെടുക്കാൻ ഒരുപക്ഷെ നമുക്ക് മാത്രമേ കഴിയൂ എന്നാ കേണൽ പറയുന്നത്. ദുരന്തങ്ങളുടെ കഥയൊന്നും പുറത്തറിയിക്കാതെ കളിച്ച് ചിരിച്ച് നടന്ന ആ കുട്ടിയോട് എനിക്ക് സഹതാപമല്ല, ബഹുമാനമാണ്. അച്ഛനെന്നെ അന്വേഷിച്ചോ? മേനോന് ഇനി പ്രിൻസ് എന്നൊരു മോനില്ല. അച്ഛാ മിണ്ടിപ്പോരുത്. നാട്ടുകാരുടെ മുമ്പിൽ ഇനിയും മാനം കിടാൻ എനിക്ക് വയ്യ. നിനക്കില്ലേലും ഞങ്ങൾക്കില്ലേട ഒരു നിലയും വിലയും. ഓഫീസ് സ്റ്റാഫിന്റെ മുമ്പിൽ തലയുർത്തി നിൽക്കാൻ പറ്റാതെ. അമ്മേ വേണ്ടടാ, എന്നെ ഇനി അമ്മേനെ വിളിക്കരുത്. ഞാനിങ്ങനെ ഒരു മോനെ പ്രസവിച്ചിട്ടില്ല. ഞാൻ മരിച്ചാൽ എന്റെ ശവം പോലെ നീ കാണാൻ വരരുത്. ഇന്നലെ വരെ ആരുടെ മുന്നിലും തല കുനിക്കാത്തവനാ നിന്റെ അച്ഛൻ. ആ അച്ഛന്റെ മോത്താ പെണ്ണു വീട്ടുകാരാക്കിയത്. ഈ കുടുംബത്തെക്കാൾ വലുത് കണ്ട ഒറ്റ പെണ്ണുങ്ങളല്ലേ. ഇറങ്ങി പോരാടുന്നു. മോനെ, ഇതാ മൗണ്ട് വാലി മുന്തിരിത്തോട്ടത്തിന്റെ താക്കോല. ഇത് എന്തിനാണെന്നറിയാമോ? എല്ലാം ആറി തണുക്കുന്നവരെ എന്റെ മോൻ അവിടെ തന്നെ താമസിക്കും. മോന്റെ ഇഷ്ടമാണ് അമ്മയുടെ ഇഷ്ടം. എടാ ഇറങ്ങി പോരാടുന്ന്. നോക്കിക്കൊണ്ട് നിൽക്കുന്നു.
പ്രിൻസേ വല്ലാത്ത ക്ഷീണം. എനിക്കൊരു ആട്ടു സൂപ്പ് വാങ്ങിച്ചാ അത് കഴിച്ച് നമുക്ക് കഴിഞ്ഞ എല്ലാം മറക്കാം. സൂപ്പും ഇല്ല ഒരു കോപ്പും ഇല്ല. നീ ചുമ്മാ ഇരിക്കേ. ഒറ്റയ്ക്ക് ഒരു പെൺകുട്ടി, അതും ബാംഗ്ലൂർ പോലുള്ള ഈ സിറ്റിയിൽ. വേദാന്തൊന്നും വേണ്ട. കൂട്ടുകാരന്റെ സൂപ്പ് കുടിക്കാനുള്ള കൊതി തീർത്തിട്ട് മതി കൂട്ടുകാരെ കുറിച്ചുള്ള അന്വേഷണം. എപ്പോഴും നിന്റെ അടുത്തായിട്ട് നടക്കാൻ ഞാൻ മാത്രമേ കാണൂ, രാജകുമാരനെ മന്ത്രികുമാരനെ പോലെ. സൂപ്പ് വാങ്ങിച്ചിട്ട് എന്ത് ചെയ്യണമെന്നറിയോ? ആദ്യം കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിക്കണം. എന്നിട്ട് കുറച്ച് ഉപ്പ്, കുറച്ച് കുരുമുളക്, വേണമെങ്കിൽ കുറച്ച് പഞ്ചാര ഇട്ടിട്ട് ഇങ്ങനെ എടുത്തിട്ട്. അഞ്ജു ഇവിടെ എവിടെ? അയ്യോ, എന്ത് പണിയായി കാണിച്ചേ? ഒന്നും പറയാൻ ഇറങ്ങിപ്പോ. ഞങ്ങൾ എവിടെയൊക്കെ അന്വേഷിച്ചെന്നറിയോ? ബാംഗ്ലൂരിൽ ഈ ഒരൊറ്റ സ്ഥലം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അന്വേഷിക്കാൻ. എന്ത് പറ്റി കാരന്? എന്ത് പറ്റി? അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഈ കാർ നന്നാക്കിയിട്ട് ഫാം ഹൗസിൽ വന്നേക്കാം. പ്രിൻസ് അഞ്ജുനെ കൊണ്ട് പൊക്കോ. എവിടേക്കാ? ആരാ നിങ്ങൾ? വെറുതെ ടെൻഷൻ ഉണ്ടാക്കരുത് അഞ്ജു. എന്തിനാ കൊച്ചുകുട്ടികളെ പോലെ വാശി പിടിക്കുന്നത്? നീ സാധനം എടുത്ത് വണ്ടി വെക്കേ. ഞാൻ പറയുന്നത് വരണം വരാൻ. എന്താ പ്രശ്നം? ഒരു പ്രശ്നമില്ല. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ ഞങ്ങൾ സോൾവ് ചെയ്തോളാം. കുറെ നേരം ആയല്ലോ ഷൈൻ ചെയ്യാൻ തുടങ്ങിയിട്ട്. ഷൈൻ ചെയ്യും, യോഗമുള്ളവർ ഷൈൻ ചെയ്യും. ബ്രദർ ഐസ്ക്രീം കഴിച്ചോണ്ടിരുന്നല്ലേ, വേഗം കഴിച്ചെടുക്ക, ഇല്ലെങ്കിൽ വെയിൽ കൊണ്ട് അലിഞ്ഞു പോകും. ഈ കുട്ടിയുടെ ഇഷ്ടമല്ലാതെ ഇവിടുന്ന് കൊണ്ടുപോകുന്നു കാണട്ടെ. അയ്യേ, മാറിയിക്കേ മാറിയിക്കേ. മനസ്സിലായോ? വട്ടായി പോയെന്ന്. മെന്റൽ പേഷ്യന്റ്. വാളാന്ന് കൈ മര്യാദക്കിരുന്നോണം. നിങ്ങൾ എന്തിനാ ഇവിടെ കൊണ്ടുവന്നത്? എനിക്ക് പോണം. എനിക്ക് ഇപ്പൊ പോയി നോക്കൂ. അങ്ങനെ ഇവിടുന്ന് പോണോന്നുണ്ടായിരുന്നെങ്കിൽ ഇങ്ങോട്ട് ഇടിച്ചു കയറി വന്ന് ഞങ്ങളെ ശല്യപ്പെടുത്തണ്ടായിരുന്നു. അഞ്ജു എന്തിനാ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത്? എനിക്ക് തോന്നിയതുണ്ട്. നിങ്ങൾ എന്റെ ആരാ? ആരല്ലോ? ആരും അല്ലായിരിക്കാം. പക്ഷെ 15-ാം തീയതി വരെ നമ്മൾ തമ്മിൽ ഒരു ബന്ധമുണ്ടല്ലോ, അല്ലേ?
പറഞ്ഞ എന്തിനാ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അല്ലെങ്കിലും തന്നെ ഇവിടെ സ്ഥിരമായിട്ട് താമസിപ്പിക്കാനൊന്നും ഉദ്ദേശിക്കുന്നില്ല, മനസ്സിലായില്ലേ? അടിസ്ഥാനപരമായിട്ട് ഞാൻ നിങ്ങൾക്ക് വലിയ ശല്യായിരുന്നല്ലോ. ഇപ്പോഴും ആണ്, അതിന് മാറ്റമൊന്നുമില്ല. പക്ഷെ ചെയ്തു പോയ തെറ്റിനെ ഞങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്യണം. അഞ്ജുവിന്റെ കുടുംബത്തെ മാത്രമല്ല, അഞ്ജുവിനെ കൂടെ ഞങ്ങളെ നശിപ്പിച്ചില്ലേ, അല്ലേ? പിന്നെ അയ്യോ ഈശ്വരാ, നിങ്ങൾ എന്നെ നശിപ്പിച്ചിട്ടില്ല. നശിപ്പിച്ചു. മോളുവാ, എന്നിട്ട് പല്ല് തേക്ക്, എന്നിട്ട് വല്ലതും കഴിക്കാം, എന്നിട്ട് നമുക്ക് കുളിക്കാം. നമുക്ക് കുളിക്കാന്നോ? നമുക്കല്ല അഞ്ജുവിന്. അഞ്ജു അല്ല, ശാലിനി, ശാലുമോള്. ഓ ശാലിനി. അയ്യോ ഞാൻ നിങ്ങളുടെ ശാലിനിയല്ല. ആരോട് വെച്ചിട്ട് കാറിന്റെ ടയർ ഊരിയത്? സദാശിവ മര്യാദയ്ക്ക് കാറിന്റെ ടയറുതാ. എനിക്ക് അമ്പലത്തിൽ പോകണം. ടയറും കൊണ്ടാണ് അമ്പലത്തിൽ പോകുന്നത്. വാ അഞ്ജുനെ അമ്പലത്തിൽ കൊണ്ടുപോവാം, വന്ന് കുളിക്കേ. പാളയംപള്ളി, ജീവപള്ളി, ഗുരുദ്വാര. അല്ല, ഇതാര്? എന്താ സദാശിവ, ഈയിടെയായിട്ട് വലിയ പ്രാരാബ്ധമൊക്കെയാണല്ലേ? ഒരു കുടുംബത്തിന് നോക്കുന്നതിന്റെ ബുദ്ധിമുട്ടേ എന്തെല്ലാം ഒരുക്കി കൊടുക്കണം. എന്നാലും നീ ഈയിടെയായിട്ടും നന്നായിട്ടുണ്ട്. ഉണ്ട്, പക്ഷെ ഒന്ന് നന്നായി വരുമ്പോ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന എന്റെ ജാതകത്തില്. നല്ല അസല് ജാതകം. ആർക്കാ ഈ പച്ചക്കറി? ഇതാ കുട്ടിക്ക്, അഞ്ജുന്. ഓഹോ. വെജിറ്റേറിയനാ. പോട്ടെ, ഞാൻ ചെന്നിട്ട് വേണം അതിന് വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കി കൊടുക്കാൻ. അങ്ങനെ അങ്ങ് പോകാൻ വരട്ടെ. അയ്യോ, ഒട്ടും സമയമില്ല ചേട്ടാ. ചേട്ടന് ഒരു ദിവസം അതേ ഇറങ്ങ്, നമുക്ക് വിശാലോട് സംസാരിക്കാം. മാത്രമല്ല, ഞാൻ ഉടൻ ചെന്നില്ലെങ്കിൽ പ്രിൻസ് കണ്ട അലവലാദികളൊക്കെ വിളിച്ച് വീട്ടിൽ കയറ്റും. ചേട്ടൻ അറിയാലോ, ഞാൻ ഒഴിച്ചുള്ള പ്രിൻസിന്റെ കൂട്ടുകാരൊക്കെ വെറും നക്കീളാ. ഞാൻ നിർത്തി, അവനെ ഉപദേശിക്കുന്നത് ഞാൻ നിർത്തി. ഇനി ചേട്ടൻ തന്നെ അവനെ ഉപദേശിച്ചൊന്ന് നന്നാക്കണം. പിന്നെ പ്രിൻസിനോട് വല്ലതും പറയാനുണ്ടോ? ഞാൻ പറഞ്ഞേക്കാം, വീട്ടിലെല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഊരും പോലെ ഇല്ലാത്തൊരു പെണ്ണിനെ അനിയന്റെ തലയെ കെട്ടിവെച്ചത് നീയല്ലടാ. ഊരും പേരുമില്ലെന്ന് ആരാ പറഞ്ഞത്? ഊർ ഊട്ടി പേര് അഞ്ജു നമ്പ്യാർ. മേലാല ഫാം ഹൗസിന്റെ പടി നീ ഒട്ടി പോരുത്. പടിഞ്ഞോട്ടാ വീട്ടിനകത്ത് എങ്ങനെ കയറും? അതെ, എനിക്ക് 2 ചേട്ടന്മാരില്ലാതെ പോയത് നിങ്ങളുടെ നല്ല കാലം. ഏത് മന്ത്രവാദി വന്നാലും കോഴിക്ക് കിടക്കപ്പുറത്ത് ഇല്ലെന്ന് പറഞ്ഞ പോലെ ആയല്ലോ ഭഗവാനെ. അയ്യോ, സദാശിവ, ഞാൻ സദാശിവനല്ല. സദാശിവ വേണ്ട, ഒന്ന് നിക്ക്, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഒരുപാട് കാര്യം ഒരാളിപ്പോ പറഞ്ഞിട്ട് പോയേ ഉള്ളൂ. ഒന്ന് നിക്ക് വേണ്ടെന്ന്. സദാശിവ, ഓ. നീ വാ.